നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു 2 ടയർ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്പോഞ്ചല്ല കേട്ടോ, എഗ്ലെസ് കേക്ക് വെച്ചിട്ടാണ് നമ്മൾ 2 ടയർ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 7 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനിൽ നമുക്ക് താഴെ വയ്ക്കുന്ന വലിയ കേക്കും 8 ഇഞ്ചിൻ്റെയിൽ നമുക്ക് മേലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ചെറിയ കേക്ക് ടീനുകളില്ല. 6 ഇഞ്ചിനും താഴോട്ടുള്ള കേക്കുകളൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഏതെങ്കിലും പാത്രത്തിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് ചെറിയ കേക്കുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. കേക്ക് സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ ബട്ടർ മിൽക്ക് വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വിനീഗറും ചേർത്തിട്ട് നന്നായി മിക്സാക്കി വെക്കുക. ഒരു 10 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത് നമുക്ക് മൈദ അരിച്ചെടുക്കാം കേട്ടോ. മൈദ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഞാനിവിടെ ഒരു 3 സ്പൂണാട്ടോ ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഞാൻ 1 സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴും കുറച്ച് കുറവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 കിലോൻ്റെ കേക്കൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഗ്ലസ് കേക്കായ കാരണം നമുക്ക് കറക്റ്റ് മറ്റേ കേക്കിൻ്റെ പോലെ തന്നെ അളവെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയ കേക്കും കിട്ടും വേണം. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ തന്നെയാണ് കേട്ടോ സ്പോഞ്ച് തയ്യാറാക്കുന്നത്. 2 കപ്പ് പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ സൺഫ്ലവറിൻ്റെ ഓയിൽ ഞാൻ ആദ്യം ഒരു 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലും ചേർത്തിട്ട് നമുക്കതിനെ ഈ പഞ്ചസാരേനെയും കൂട്ടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്പൂണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് ടൈറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക് പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി പഞ്ചസാരയുടെ പൊടി ആയാലും ചെറിയ കട്ടയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് നന്നായി മിക്സാക്കി മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പൊടി ഇട്ട് നമുക്ക് ആദ്യം കുറച്ചിട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് പൊടിയും ഇട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ബട്ടർ മിൽക്കും ഒക്കെ ചേർത്ത് കൊടുത്തത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മധുരം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് മാറ്റി വെച്ചതും കൂടി സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് താഴ്വശത്ത്. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഞാൻ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഹൈറ്റുള്ള കേക്ക് തന്നെ കിട്ടാനാട്ടോ താഴെ വയ്ക്കുന്ന കേക്ക്. പിന്നെ നമ്മുടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് അത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു കേക്കാണ്. ഇനി ഞാനിതിനെ അങ്ങനെ തന്നെ ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം ഇവിടെ 2 കപ്പ് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വാനില എസൻസ് 2-3 തുള്ളി ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാനായിട്ട്. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും പിന്നെ നമ്മുടെ കേക്കൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്ക് ചൂടാറിയ സമയത്ത് നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കേക്കിൽ നിന്ന് ചെറിയ കേക്കുകളും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് കേക്ക് ക്രീം തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിലേക്ക് അടിയിൽ കുറച്ച് ക്രീം വെച്ചിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ചു. പിന്നെ നമ്മുടെ പഞ്ചസാര സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തു കേട്ടോ. 2 ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കേക്ക് സ്പോഞ്ചിൽ നമ്മുടെ സിറപ്പ് ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലത്തെ കേക്കാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാനും ബുദ്ധിമുട്ടാവും. താഴത്തെ കേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെയിറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് സിറപ്പ് ഒലിച്ചിറങ്ങാനൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കറക്റ്റ് ഒരു പാകത്തിനുള്ള സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യത്തെ ലെയർ ക്രീം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ചു സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് നമുക്ക് ക്രീം തേച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കേക്ക് ചെയ്തിട്ട് ക്രീം തേക്കാൻ നിന്നപ്പോൾ ഏകദേശം 1 മണിക്കായി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളത് അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ കേക്കും കൂടി നമ്മൾ ക്രീം തേച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കേക്ക് ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ മേലിട്ട് കൊടുത്ത ക്രീം ഒരു ഏകദേശം ഒരു വയലറ്റ് കളറിലൊക്കെ പെടും കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കണത് റെഡും അതുപോലെ തന്നെ നീലയും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു വയലറ്റ് കളറാണ്. നമ്മളത് ഇതേപോലെ
ചെറിയൊരു ഡിസൈനൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുത്തിട്ട് മേലേക്ക് വെക്കുന്നത്. മേലത്തെ കേക്ക് നമുക്ക് എടുത്ത് വയ്ക്കണേക്കാൾ മുപ്പാട് ചെറിയൊരു പണിയുണ്ട്. അപ്പം നമ്മുടെ കേക്കിനെ ബേസിൽ നിന്നും ഒന്ന് ഇളക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ നൈഫ് വെച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ചുറ്റിച്ച് ഇളക്കി മാറ്റും. അതിനുശേഷം അവിടെ നിന്ന് നേരിട്ടെടുത്ത് വെക്കില്ല കേട്ടോ. കേക്കിൻ്റെ അടുത്തേക്ക് കേക്കിൻ്റെ ബേസ് അടക്കം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പൊന്തിച്ചിട്ട് വെക്കാറ്. പിന്നെ ഈ പണിയിൽ കുറച്ച് റിസ്ക് പിടിച്ചൊരു പണിയും കൂടിയിട്ടാണല്ലോ മേലേക്ക് കേക്ക് എടുത്ത് വെക്കൽ. അപ്പോൾ ചെറിയ ടെൻഷനും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്നാലും ഒരു ധൈര്യത്തോട് കൂടിയിട്ട് എടുത്ത് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ കൊണ്ട് വന്നിട്ടാണ് നമ്മൾ വെക്കാറ് കേട്ടോ. കേക്ക് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് കറക്റ്റ് കേക്കിൻ്റെ നമുക്ക് ഫ്രണ്ട് വശം ബാക്ക് വശമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നോക്കിയതിന് ശേഷം എടുത്ത് വെക്കുക കേട്ടോ. അതിന് പിന്നെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കേക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കേക്കിൻ്റെ മേലേക്ക് ചെറിയ കേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങടെയെങ്കിലും ഒരു ഇത്തിരിയൊക്കെ നീക്കി വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ നീക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ എന്നിട്ട് അടിയിൽ നിന്ന് നൈഫ് അപ്പോൾ അതൊക്കെ വലിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ 2 ടയർ കേക്കിൻ്റെ ഉള്ളിൽ സ്ട്രോ അല്ല കേട്ടോ വെക്കാറ്. നമ്മുടെ കനം കുറഞ്ഞ ടൈപ്പിലുള്ള സ്റ്റിക്കുകളിൽ അതാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ അതൊരു 2-3 വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ട് ആദ്യം ഞാനൊരു അളവ് നോക്കും. അതിനുശേഷം എല്ലാതും ഒരുമിച്ച് ഒടിച്ച് കറക്റ്റ് പാകത്തിനാക്കിയിട്ട് പിന്നെ അത് ഇതേപോലെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് താത്തി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാണ്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ മേലത്തെ വശത്ത് കുറച്ച് ക്രീം ഇട്ടിട്ട് പിന്നെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെച്ച സ്ഥലമൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കേക്കിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബട്ടർഫ്ലൈനെ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ അവിടെ ഇവിടെ ആയിട്ടൊന്നും വെച്ച് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡ് വശത്ത് നിന്ന് വെല്ലിൽ നിന്ന് തൊട്ടിട്ട് ചെറുതിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മളിങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതിൽ കളറിൽ കുറച്ച് മാറ്റം കാണുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ വരുമ്പോൾ നേരിട്ടിട്ട് വേറൊരു കളറായിരുന്നു. 2 ടയർ കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര മണിക്കൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചതിന് ശേഷം സെറ്റ് ചെയ്യാൻ നിന്നാൽ മതി. അപ്പോൾ അത് സെറ്റ് ചെയ്യലും പാക്ക് ചെയ്യലും പിന്നെ കൊടുക്കലൊക്കെ ഒരുമിച്ചാവാം. അപ്പോൾ നമ്മുടെ കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ട് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് സുരക്ഷിതമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ടയർ കേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ടെൻഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം എല്ലാവരും ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.